LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. അയ്യോ, ആരിത്? സുഖാണോ? എന്റെ തക്കടുവാവേ, എന്ത് മുഖത്തൊരു കടുപ്പം? മിണ്ടണ്ട നീ എന്റെ അടുത്ത്. അത് പറഞ്ഞാ പറ്റൂല. മിണ്ടണ്ടെന്ന് പറഞ്ഞാ മിണ്ടണ്ട. ഓ, രാവിലെ പാസങ്ങളായിട്ട് വഴക്കിട്ടിട്ട് വരുന്ന വരവാണല്ലേ? ഓ, ബാസ്യങ്കിള് വല്ലാത്തൊരു അങ്കിള് തന്നെ. ഇങ്ങനെ പോവാണെങ്കിലുണ്ടല്ലോ ബാസ്യങ്ങളിനൊരു പാഠം പഠിപ്പിക്കും ഞാൻ. എത്ര പാഠം പഠിപ്പിച്ചാലും അങ്കിൾ അങ്കിളിന്റെ വഴി കൂടെ പോകും. അങ്കിൾ ഇങ്ങനെ അങ്കിളിന്റെ വഴിക്ക് പോവാണെങ്കിലേ അങ്ങ് പ്രാവച്ചമലത്ത് ഒരു ജീവിച്ചാ മതി. തൊട്ടുകാര് തന്നെ എല്ലാം കള്ള കൂട്ടങ്ങളാണ്. കാണുമുള്ള സ്നേഹവും കെട്ടിപ്പിടുത്തോ എല്ലാത്തിനും എനിക്ക് മനസ്സിലായി. എന്തു പറ്റി? എടാ, ഞാൻ തിരുവല്ലയിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി? നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് എന്നെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ? ആ ലച്ചുവിനെ തന്നെ ഞാൻ 4-5 പ്രാവശ്യം വിളിച്ചായിരുന്നു. ചേച്ചി എന്നിട്ട് ഫോൺ എടുത്തില്ലേ? ഇല്ലേ, ചേച്ചി കുഴപ്പമുള്ളത് പോയി കിടക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല. കുറെ ദിവസമായി നമ്മളും കണ്ടിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമുള്ളതാന്നൊക്കെ ഉള്ളത്. സംഭവം എനിക്ക് അറിയായിരുന്നു. ആന്റി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞാണ്. ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ്, അങ്ങോട്ട് വരാൻ. എന്നിട്ട് എന്ത് വഴി തെറ്റിപ്പോയാ? ഓ, മെർലിന്റെ വീട് വഴി പോയി കാണും അല്ലേ? എന്താ ആന്റി? അല്ല, ഇതിന് എല്ലാവരും മെർലിന്റെ കാര്യം പറഞ്ഞാണ് എന്നെ കളിയാക്കണത്. ആന്റി കൂടെ അങ്ങനെ പറയല്ലേ? ഞാൻ പറഞ്ഞിട്ട് വേണം. ഇപ്പൊ പറ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ബാസ്യങ്ങൾ വല്ല പുതിയ നമ്പർ ഇറക്കിയ? പുതിയ നമ്പറൊന്നും അല്ല, പഴയ പോലെ ഒന്നും അല്ല. അങ്ങേരും ഭയങ്കര മോശമാണ് ഇപ്പൊ. അന്ന ബാസ്യങ്ങള് ആ പേരെടുത്ത് പറഞ്ഞു പോരുന്നു. ആന്റി, ബാസ്യങ്ങൾ എന്തായാലും ചെറിയ ചെറിയ വല്ല നമ്പർ ഇറക്കി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ കളികളിക്കുള്ള പ്രാണിയൊന്നും ബാസ്യങ്ങളില്ല. അത് ഉറപ്പാണ്. ഇപ്പൊ പഴയ നമ്പറൊന്നും അല്ല, കാണിച്ച കൂട്ടൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആഹാ, ഇതാര്? പുഷ്പയോ? ഇരിക്ക്. പുഷ്പ, நேத்துக்கு தான் நான் பாசி அண்ணா பத்தி நினைச்சேன். அப்ப உங்களை பத்தியும் நினைச்சேன். திடீர்னு இங்க இருக்கீங்க, ரொம்ப സന്തോഷം. കൊച്ചേ, നിന്നെ പറ്റി ഒരു നല്ല കൊച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പിള്ളേരെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ, കൊള്ള നമ്പർ പറഞ്ഞാലുണ്ടല്ലോ ശരിയാക്കി തരും ഞാൻ. ஐயோ, என்ன புஷ்பா என்ன பத்தி இப்படி எல்லாம் சொல்றீங்க? ബാസ്യങ്ങളോട്ട് എന്തോ അടി ഉണ്ടാക്കിട്ട് വന്നേക്കും. എടാ കേശു, ബാസ്യങ്ങളുടെ പേര് പറയരുത്. പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുവാണ്. എന്റെ കൊച്ചെ, ഈയിടെയായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ഇതെന്തോ പറ്റി? ആന്റിയെ പറ്റി ആന്റിയുടെ പൈസ എടുത്ത് അങ്കിള് കുടിച്ചാണ്. ആന്റി, ഇത് സ്ഥിരം പരിപാടിയല്ലേ? എല്ലാപ്പോഴും അല്ലേ അങ്ങൾ അടിക്കാറുള്ളൂ. വിട്ടേക്ക് പോട്ട്. എന്തിനു വല്ലപ്പോഴും ആക്കുന്നത്? ഡെയിലി ഇരുന്ന് കുടിക്കട്ട്. പക്ഷെ ഉണ്ടല്ലോ, എന്തെങ്കിലും വയ്യായി വന്നാ ഞാൻ തിരിഞ്ഞു നോക്കൂല, സത്യം. കൊച്ചെ, നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. കാര്യം പറയാൻ കൊള്ളത്തില്ല അമ്മേ, പിള്ളേരൊക്കെ നിൽക്കുന്നു. ആന്റി, ആന്റി അത് കാര്യാക്കണ്ട. ആന്റി പറഞ്ഞോ? പാറു, മിണ്ടാതെ. പുഷ്പ, என்ன விஷயம் சொல்லுங்களேன். എന്റെ കൊച്ചെ, കാര്യം എന്തോന്ന് പറ. മുമ്പ് എന്നെ പറ്റിച്ച് കള്ളുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായിട്ട് പിള്ളേര് നിൽക്കുന്നു. ഓ, ആ പുഷ്പ വന്നേ. ആ, വാ ആന്റി, വാ. ഹലോ, എവിടെ പോവാ? കാര്യം അറിയണ്ടേ? അവിടെ നിൽക്ക് മര്യാദക്ക്. പിന്നെ കാര്യം അറിയണ്ടേ? മിണ്ടി പോവരുത് കേട്ടോ. പുഷ്പ വന്നേ. പുഷ്പാന്റെ ഒന്നേ എന്തിടാ? ഒന്നുമില്ല. അതെ, അവിടെ ചെന്നിട്ട് എന്തരാണോ കേൾക്കണേ അത് അതേപോലെ ഇവിടെ ഒന്ന് പറയണം. ചേട്ടാ, എന്തായിരിക്കും കാര്യം? സംഭവം മിക്കവാറും നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? വിഷയം എന്താന്ന് തെരിയ വേണ്ടാം അമ്മ. അതിന് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ?
அம்மா நீங்க என்கிட்ட வர வேண்டாம்னு சொல்லவே இல்லையே. അതുകൊണ്ട് ப்ளீஸ் அம்மா, நானும் கூட கேட்கட்டா? അതൊന്നും വേണ്ട. அப்படின்னு நான் போறேன். ആ കുഴപ്പമില്ല, നീ നിന്നോ. ഞാൻ പോണോ അമ്മ? എന്തോന്നാ കൊച്ചേ ഇത്? നിനക്കല്ലേ കാര്യം പറയാനുള്ളത്? കാര്യം പറ. അത് പിന്നെ എല്ലാം നശിക്കട്ടെ അമ്മ. ഞാൻ അടുത്ത മാസം ആദ്യം തന്നെ തിരിച്ചു പോകും. അങ്ങേരുമായിട്ട് ശരിയാവത്തില്ല. എനിക്ക് അങ്ങേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. என்ன புஷ்பா இப்படி எல்லாம் சொல்றீங்க? நீங்களும் பாசி அண்ணாவும் ரொம்ப க்ளோஸ் தானே? അതൊക്കെ പണ്ട് കനകം. ഇപ്പൊ എന്ത് പറ്റി? അത് പിന്നുണ്ടല്ലോ അമ്മ, കാര്യമില്ല, നീ പറഞ്ഞു. ഈ ഇടയായിട്ടെ ബാസി അണ്ണന് ഭയങ്കര ഫോൺ വിളി മെസ്സേജ് അയക്കും. ആ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴേ ഈ ഫോണല്ല എൻ്റെ അടുത്ത് നിന്ന് വിളിക്കാൻ തുടങ്ങി. അത് വല്ല കൂട്ടുകാരെ വല്ലതും വിളിക്കുന്നതായിരിക്കും. അല്ലമ്മ, ഞാൻ കണ്ട്. ഞാൻ ചോദിച്ചപ്പോഴേ എൻ്റെ അടുത്ത് ഒരൊറ്റ ചാട്ടം. അത് മാത്രമല്ല, ആരെയോ വിളിച്ചിട്ട് പറഞ്ഞ് വൈകുന്നേരം മെസ്സേജ് അയക്കാന്ന്. ഞാനുണ്ടോ വീടും, ഞാൻ വിലക്കി. അപ്പോണ്ട് എൻ്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരുന്നു. ഇപ്പം മിണ്ടുന്നുമില്ല. ഇത് മാത്രമല്ല, അങ്ങ് വടക്കേ പുറത്തും ബാത്റൂമിലൊക്കെ പോയിരുന്ന് ഫുൾ ടൈം ഫോമിലി മെസ്സേജ് അയക്കുവാണ് ഇപ്പോൾ. என்ன புஷ்பா இப்படி எல்லாம் பாசி அண்ணா செய்வாரா? അല്ലെങ്കിലും കനകത്തിന് ബാസിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസവും ബഹുമാനവും ഒക്കെ അല്ലേ. ഇങ്ങനെ പഠിച്ച കള്ളനാണ്. എന്റെ പുഷ്പലതേ, ഭാസയെ പറഞ്ഞൊന്ന് വിലയ്ക്കാ മതി. ഇനി അങ്ങനെ ഫോൺ ചെയ്യൊന്നും ചെയ്യരുതെന്ന്. അതുമാത്രമല്ല, ഭാസി പുഷ്പയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. പുഷ്പലതയെ മറന്നൊന്നും ചെയ്യത്തില്ല പോലും. പിന്നെ ഈ ഭാസി ആർക്കായി മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ അമ്മേ, ചെവി പറ. മോനെ കേശുവേ, മക്കളെ അമ്മൂമ്മയുടെ പൊന്നുമോൻ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ മക്കളെ, അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. മക്കളെ നീ വന്നേ. എന്താ വാ പൊന്നുമോൻ ഇങ്ങ് വന്നേ. ഞാൻ എവിടെ നിന്നു? ഇല്ല മക്കളെ വാ, ഇങ്ങോട്ട് വാ മോനെ. വാ, ഇവിടെ 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 ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇവിടെ വന്നേക്ക്, ഇവിടെ വന്നേക്ക്. ഞാൻ ഈ അത് അങ്ങനെ പോയപ്പോഴേ എന്നോടേ കൊച്ചുനാളി മുതലേ പറയുന്നതാണ്, ഇങ്ങനെ ആരെങ്കിലും വർത്താനം പറയുമ്പം ഇങ്ങനെ നിന്ന് ഒളിച്ചു നിന്ന് കേക്കരുതെന്ന്. ആവർത്തിക്കരുതെന്ന് എത്ര പറഞ്ഞാലും നീ കേക്കത്തില്ല. ഇനി ഇത് ആവർത്തിക്കൂല. അറിഞ്ഞോണ്ടല്ലോ അമ്മ പോയി. കേട്ടോണല്ലേ ശീലമായിപ്പോണ്ടാ. അങ്ങനെ ശീലിക്കരുത് നീ കേട്ടോ. டே கேசு, இங்க பேசினதெல்லாம் உனக்கு முழுசா கேட்டுச்சா? അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല, പക്ഷെ കണ്ടന്റ് വിളി കൊണ്ടന്റ് ഒറ്റ ഒരെണ്ണം വെച്ചേരും കേട്ടോ ഞാൻ. അല്ലേ അമ്മ, അല്ലേ അല്ലേ, ഇത് ഞാൻ ഡീൽ ചെയ്യാം. ഉമ്മ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ട്. ഇത് അത്ര വലിയ സംഭവമൊന്നുമില്ല, നമ്മള് പിള്ളേരെ ഡീൽ ചെയ്യേണ്ട കേസാണ്. ആന്റി ഈ അമ്മ മാറി. ആന്റി ഈ പ്രായമായി വരുമ്പോ ചില മാമന്മാർ ഇങ്ങനെയാണ്. ഇതിനൊരു വഴിയുണ്ട്. ആന്റി ബാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഇവിടെ നിന്നാ മതി. ആന്റി വാ ആന്റി. യേശു, ഓ നീ എന്നെ എന്തിനാ വിളിച്ചോണ്ട് പോണെന്നൊക്കെ എനിക്കറിയാം. ബ്രെയിൻ വാഷ് ചെയ്യാനല്ലേ. നീ അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യണ്ട. എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഡിവേഴ്സ് വേണം. എന്തിനാ ഇത് കുടുംബ കോടതിയാ? ചോദിച്ച ഉടനെ ഡിവോഴ്സ് എടുത്തെങ്കിൽ തരേ. അല്ലേലും എനിക്കറിയാം നിനക്ക് ബാസിയമ്മാവനെ അല്ലേ വലിയ ഇഷ്ടം. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ഡിവേഴ്സ് വേണം. ആന്റി ആന്റി പോട്ട്. ആന്റി ഇപ്പൊ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഒരു തീരുമാനവും വേണ്ട, എനിക്ക് ഡിവേഴ്സ് വേണം, ഡിവേഴ്സ് വേണം, ഡിവേഴ്സ് വേണം. ഉമ്മ അല്ല, അങ്ങനെ കുറ്റം പറയാൻ പറ്റൂല. ഇങ്ങനെയല്ലേ സ്വഭാവം. എന്തോടാ? ആന്റി ഒരു കാര്യം ചോദിച്ചോട്ടാ, മിണ്ടാതെ. പുള്ളിക്കാരന് വേറെ ആരെങ്കിലും ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങ് പോട്ടല്ലേ. ഒന്നുമില്ല, നമുക്ക് ഇത് തീരുമാനമാക്കാം. ആന്റി ആന്റി ഇങ്ങ് വന്നേ. ആന്ന് നീ എന്ത് വന്നിട്ട് മിണ്ടാതെ വന്നേ? ബാക്കി ഇവിടെ ആരുമില്ല, ശ്മശാനം പോലെ കിടക്കണം. അപ്പൊ പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് നീ വിളിക്കാഞ്ഞേ? നീ അല്ലെങ്കിൽ റോഡിൽ നിന്നേ വിളിച്ചു ചോദിക്കണ്ടെന്നല്ലേ വരുന്നേ?
ഞാൻ പോട്ടാ അമ്മി. നീ എവിടെ പോന്നു? നീ കളിച്ച് കളിച്ചത് എങ്ങോട്ടാ പോന്നത്? ഡാ ഇവിടെ നോക്ക്. ഇരിയടാ അവിടെ. ഇരിക്കാനവിടെ. എന്തുവാടാ നിനക്ക്? അതെ ഇന്നലെ ആ ചന്തുവിന്റെ കടയിൽ പോയിട്ട് വന്നപ്പോഴേ വൈകിട്ട് ചാറ്റ മഴയിൽ നനഞ്ഞ് ജലദോഷോടെ ഗുളികളിരിക്കണം കേശു. ഉണ്ടാ ഒരു ഒറ്റ ഒരെണ്ണം വെച്ചെന്നാ ഉണ്ടല്ലോ ഏട്ടാ. ആശയങ്ങളെ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നമ്മൾ ഈ നാട്ടിൽ മൊത്തം നമ്മുടെ സ്വന്തം അങ്കിളാണിത്, നമ്മുടെ സ്വന്തം അങ്കിളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. അങ്കിള് നമുക്ക് നാണക്കട വരുത്തി തരൂ. பாசி அண்ணாக்கு விஷயம் சொன்னா ரொம்ப நல்லா புரியும். அவர் ரொம்ப பாசமானவர். அவர் எப்பவுமே சொல்லுவாரு, அவர்கிட்ட காசு பணம் தான் இல்லாம இருக்கு, ஆனா எல்லாருக்கும் கொடுக்கறதுக்கு பாசம் நிறைய இருக்குன்னு. ഞാൻ ഇതിപ്പോ പറഞ്ഞത് நிறைய வாட்டி சொல்லியிருக்கீங்க அண்ணா. എനിക്ക് ഓർമ്മയില്ല. തന്നെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അണ്ണൻ്റെ ഇപ്പൊ ശരിക്കും പാസം ഇരിപ്പുണ്ട്. കേശു നീ എന്നെ എന്തിനു വിളിപ്പിച്ചത്? വല്ല പറയണ്ടേ പറ, എനിക്ക് പോണം. ഡാ നീ എവിടെ പോന്നു? അല്ലെങ്കിൽ തന്നെ നിനക്ക് പോകാൻ എവിടെ സ്ഥലം ഇരിക്കുന്നു? ഇതുവരെ നീ ഭാര്യയുടെ ചെലവിലല്ലോടാ ജീവിച്ചത്. വേണ്ട ഇങ്ങോട്ട് നോക്കിയടാ. ഈ കൊച്ചിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലേ നിന്നോട് പാറമടയിലെറി കേട്ടാ. മാമി മാമി നോക്ക്, ഭാര്യയുടെ ചെലവിന് ജീവിക്കുന്നതിന് മുമ്പേ ഞാൻ എന്റെ അമ്മയുടെ ചെലവിന് ജീവിച്ചവനാണ്. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ചെന്നാ ഉണ്ടല്ല വയ്യെങ്കിലും അമ്മ എന്നെ പൊന്നുപോലെ നോക്കും ഈ കൈവെള്ളയിലിട്ട്. ആ ഭാര്യയുടെ ചെലവ് ജീവിച്ചു, അമ്മയുടെ ചെലവ് ജീവിച്ചു, ഈ നാട്ടുകാരുടെ ചെലവ് ജീവിച്ചു. പിന്നെ നിനക്കൊന്നും അറിയണ്ടല്ലോ. നിനക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടൊന്നും നീ അറിഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ അറിയും? എല്ലാം കൂടെ കള്ളച്ചോറ് തന്നു ഈ വിധത്തിലാക്കിയില്ലേ. ഓ ഏട്ടാ പിള്ളേര് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനായിരുന്നു കേട്ടോ. എടീ നിനക്ക് ഇവിടെ വന്ന് എന്നെ നാട്ടിച്ചപ്പോ തൃപ്തിയായടി? തൃപ്തിയായാ? നീ നങ്ങ് വാ തരണോട് നിനക്ക്. ആ നിങ്ങൾ അങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. വാ വരുന്നാ. ഞാൻ പറഞ്ഞില്ല ഞാൻ പോണ്. അങ്ങളെ അങ്ങൾ ഓറാക്കാതെ പോന്നെങ്കി പോവാൻ നോക്ക്, അല്ലെങ്കിൽ ആന്റി ഡിവോഴ്സ് ചെയ്യും. ഡിവോഴ്സ് പറഞ്ഞത് നന്നായി ചേട്ടാ. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെയെങ്കിലും സഹകരിച്ച് എനിക്കൊന്ന് വാങ്ങിച്ചു തരും. ഞാൻ നിങ്ങളെയൊക്കെ കാല് പിടിക്കാം പ്ലീസ്. என்ன வாங்கி கொடுக்கணும்? ഡിവോഴ്സ് കുറെ കാലം കൊണ്ടിട്ട് കൊതിപ്പിക്കുന്നത്. ആ ഇനിയിപ്പൊ ഡിവേഴ്സ് കിട്ടാനൊക്കെ കൊതിക്കും, എങ്കിലല്ലേ മറ്റുള്ളതായിട്ട് ഉള്ളവര് നിൽക്കുന്നുണ്ടെങ്കിൽ. ഹലോ ആ എന്തു പറ്റി? ഞാൻ വിളിക്കാം. ഞാൻ അവിടെ ബസ് വരാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ വിളിക്കാം. ബസ് വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിക്കും. ശരി. ഡേയ് നീ എന്നെ എന്തിനു വിളിപ്പിച്ചത്? ഒന്നും പറയില്ലല്ല. ഞാൻ പോട്ടാ മാമി, പോട്ടാ മാമി. എടാ വാസി മാമിക്ക് എന്തിനാ മാമി കുഴപ്പം? എന്താണ് കുഴപ്പം പറയ്. ഞാൻ നിങ്ങളെ വഴിക്കും പറഞ്ഞില്ല, നിങ്ങൾ എന്റെ വഴിക്കും വരണ്ട. എന്റെ വഴിക്ക് വിട്ടാക്കി പോട്ടാടേ. ഹലോ കണ്ട എല്ലാരും കണ്ടല്ലേ? നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഫോം എടുത്തോണ്ട് പോയത്. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? മതിയായില്ലേ? എനിക്കിനി ഇങ്ങനെ വേണ്ട. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് ഡൈവേഴ്സ് വേണം. ആരെല്ലാം അടുത്ത് കൊടുക്കുന്നുണ്ടോ ഡൈവോഴ്സ്? എന്ത് ചെയ്യാൻ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. എടാ എനിക്ക് ഡൈവേഴ്സ് വേണം. என்னாச்சு இந்த பாசி அண்ணாக்கு? ആന്റി സംഭവമൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ സ്ഥിരം നിങ്ങളോട് പറയാൻ പോണ കാര്യം തന്നെ ഇനിയും പറയാൻ പോണത്. ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കിയിട്ട് വരാറുണ്ടല്ലോ, പതിവാണല്ലോ. ആന്റി നമ്മുടെ ഭാഷ്യങ്ങളെടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ അല്ലാതെ പിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയ കാലം മുതൽ ആന്റി ഇങ്ങനെയാണ് ആ അങ്കിളിനെ കടിച്ചു കയറാനാണ് തുടങ്ങണത്. അത് അങ്ങനെ കയ്യിൽ പോണ്ടാണേടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ ബാസ് എണ്ണ ജോലിക്ക് പോലും വിടാറില്ല. ജോലിക്ക് പോകാനായിട്ട് അറിയത്തുമില്ല, അത് വേറെ കാര്യം. ഇവിടെ ഉള്ള സ്ഥലവും തിരുവല്ലത്തുള്ള സ്ഥലവും ഒക്കെ നോക്കി നടക്കി നിന്നാ പോരെ അങ്ങേർക്ക്. ഞാൻ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. ആ പൈസ കൊണ്ട് വല്ലതൊക്കെ വാങ്ങിച്ച് വെച്ച് ജീവിച്ചാൽ പോരെ അങ്ങേർക്ക്. ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഇടയ്ക്കായിട്ടാണ് പുതിയ ചില ബിസിനസ് ഒക്കെ തുടങ്ങിയത്. അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. புஷ்பா, அவர் யார்கிட்டயாவது போன்ல பேசட்டும், நம்ம கண்டுக்காம இருந்தா போதும்ல. കനക ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? കനക അങ്ങേർക്ക് വരുന്ന മെസ്സേജസ് കണ്ടിട്ടുണ്ടോ? അങ്ങേര് അയക്കുന്ന മെസ്സേജസ് കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. മോളെ ഉറങ്ങിയോ? ഭക്ഷണം കഴിച്ചോ? ആരോഗ്യം ശ്രദ്ധിക്കണേ മോളെ. ബാസിയേട്ടനുണ്ട് നിന്റെ കൂടെ എല്ലാത്തിനും. ഇതൊക്കെയാണ് അയക്കുന്നത്.
ഇതെല്ലാം പോരായിട്ട് കുറെ ലവ് 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 കുത്ത് 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 ഇതൊക്കെയാണ് അങ്ങോട്ട് പോകുന്ന മെസ്സേജസ് അറിയാവോ. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് അവള് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കും. നീട്ടി ഒരു വിളിയുണ്ട്, ബാസി എണ്ണാന്ന് ബാസി എണ്ണാന്ന്. ആ നീട്ടം കുറച്ച എന്റെ പ്രശ്നം തീരുവോ? പുലിപ്പേ വാ തുറന്നു പോരുത്. നിന്നോട് ഇരുത്തിയത് ഞാൻ ചെയ്ത തെറ്റാണ്. ആന്റി, പുഷ്പലത ആന്റി, ഈ സംഭവേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ മെസ്സേജ് അയക്കുമ്പോ ലവ് ഒക്കെ അയക്കും. അത് അങ്ങനെ അയക്കണല്ല, സ്വാഭാവികമാണ്. ആ നിന്റെ ബാസ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ അത് സ്വാഭാവികം. അല്ലെങ്കിലും എനിക്കൊക്കെ അറിയാം നിനക്കൊക്കെ ബാസ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. എന്നെ ഇഷ്ടമല്ല ഇവിടെ ആർക്കും. കനകം, നീ ഇത് കേൾക്കണം. ഞാൻ അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജർ ഒരു അത്യാവശ്യ കാര്യത്തിന് രാത്രി എന്നെ വിളിച്ചു. അപ്പ തൊട്ട് തുടങ്ങിയ പെറുവിലാണ് ഈ ബാസ്യങ്ങളിൽ നിന്ന്. ഞാനത് എന്തോന്നൊന്ന് ചോദിച്ചു പോയി. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വെള്ളം അടിച്ച് വന്ന് തലക്കടി നെഞ്ചത്തടി എന്തൊക്കെയായിരുന്നു. മാളി തന്നെ കൊണ്ട് അങ്കിൾ ആന്റിയെ പിടിച്ചടിച്ചാ? പിന്നെ എന്നെ അടിച്ചാ നിന്റെ അങ്കിള് വിവരം അറിയും. ഇത് അങ്കിള് സ്വന്തമായിട്ട് നെഞ്ചത്ത് കൈ കൊണ്ട് ഇടിക്കുന്നു, ചുമരെ കൊണ്ട് തല ഇടിക്കുന്നു, എന്തൊക്കെ പുകിലാണെന്നറിയോ. പിന്നെ നിവർത്തിയില്ലാതെ ഞാൻ എന്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വിളിക്കരുത്, എന്റെ ഭർത്താവ് ഒരു സംശയരോഗിയാന്നുള്ളത്. എന്തോന്നയ്യേ ഇങ്ങനെ എന്തെല്ലാം നടന്നേക്കുന്നു. നിങ്ങക്ക് വേറൊരു കാര്യം അറിയാവോ? ഞാൻ ഇന്നാളൊന്ന് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്ക് വീടിന്റെ ബാക്കിലായിട്ട് കുനുകുനാ കുനുകുനാന്നൊരു സംസാരം. ഞാൻ അവിടെ പോയി നോക്കിയപ്പോ ഇങ്ങനെ ഫോണില് അവളുമായിട്ടൊന്ന് സൊള്ളുന്നു, മോളെ മക്കളെ കഴിച്ചോ ഉറങ്ങിയോ എന്തെല്ലാന്നറിയാവോ. എനിക്ക് എല്ലാത്തിനും ചേട്ടൻ കൂടെ ഉണ്ട്, ബാസിയണ്ണൻ കൂടെ ഉണ്ടെന്നൊക്കെ. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് കരച്ചിലോ കരച്ചില്. ഇത് കേട്ടിട്ട് ഇങ്ങേരും കിടന്ന് കരയുന്നു. ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് ആന്റി അങ്കിളിനെ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോ അവിടെ തേങ്ങ കിടക്കുന്നു. അതെടുത്ത് അങ്കിളുടെ തലയ്ക്ക് ഒക്കെ ഒരു അച്ചേറി വെച്ചു കൊടുത്തു. ഞാൻ അങ്ങ് വീട്ടിലോട്ട് കയറി. അപ്പോ അങ്കിളോ? അങ്കിള് കുറെ നേരം അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോ ബോധം വന്ന് വീട്ടിനകത്തോട്ട് കയറി വന്നു. വീട്ടിൽ കയറി എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്കിളോ? അങ്കിളും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഒറ്റ ബോളിന് ഓളൗട്ട്. പാവം ബാസ്യങ്ങൾ. പാറുവേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിള് പാവം അല്ലേ? കൊള്ളാം നിങ്ങളൊക്കെ. ആന്റി, അവൾ ഉദ്ദേശിച്ച അതല്ല. ആന്റി, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തൽക്കാലത്തിന് ആന്റി ഒരു കാര്യം ചെയ്യും, അങ്കിളിന്റെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറും, കുറച്ച് സ്നേഹം കാണിക്കും, ഒന്ന് പരിഗണിക്കും അങ്കിളിനെ. കേശു, എന്തിനു പരിഗണിക്കണം? ആരെ സ്നേഹിക്കണം? അങ്ങേർക്ക് ഇപ്പൊ എന്നെ ഒന്നും വേണ്ട. അങ്ങേർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി, എങ്കിലല്ലേ മറ്റുള്ളവരായിട്ട് സൊല്ലാനൊക്കെ പറ്റുള്ളൂ. புஷ்பா அப்படியெல்லாம் அண்ணாவை பத்தி சொல்லாத, அப்படியெல்லாம் செய்ய மாட்டாரு. കനകം, ആ ഫോണും കൊണ്ട് ഇവിടുന്ന് പോന്ന കണ്ടല്ലേ? എനിക്ക് ഉറപ്പാണ് ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്ന് ആ പെണ്ണുമായിട്ട് സംസാരിക്കുമായിരിക്കും. ഭാസ്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യും. ചിലപ്പോ. ആന്റി സമയം എത്ര എന്നാ? ആന്റി കഴിക്കാന്ന് പറയുന്നല്ലേ ഉള്ളു, കഴിക്കുന്നില്ലല്ലോ. കഴിക്കാൻറ്റി. എനിക്ക് വേണ്ടടാ. ആന്റി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. എത്ര നേരം അങ്ങേരെ വിളിച്ചിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. അങ്കിള് വരുമെന്നേ, വരാതെ എവിടെ പോവാനാ? എന്നാലും ഇങ്ങനെ മാറിപ്പോയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇനി വല്ല ഹോസ്പിറ്റൽ എങ്ങാനും കൊണ്ടുപോകണോ? ആന്റി, എന്തരാ ആന്റി ഇത്? ആന്റി വിട്, പോട്ട് വിട്ടടാ. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. നിങ്ങൾ കണ്ടതല്ലേ ഇവിടെ വന്നപ്പോ എന്തൊരു അർമാദമായിരുന്നു. ആന്റി, ഇപ്പൊ ആന്റി എന്തൊക്കെ പറഞ്ഞാലും സത്യം പറയല്ല, എനിക്കിതങ്ങോട്ട് ദഹിക്കുന്നില്ല. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അങ്കിളിന് ആന്റിയെ ഭയങ്കര പേടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആന്റിയോട് അതേപോലെ തന്നെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് അങ്കിൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യൂല. ആ അതൊക്കെ പണ്ട്. ഇപ്പൊ ഇഷ്ടവും പോയി, പേടിയും പോയി. വല്ലോളം വാക്കൊക്കെ കേട്ട് നടക്കുവാണ് അങ്ങേര്. ആന്റി 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 അങ്ങനെ പറയല്ലേ. ഒന്നുമല്ലെങ്കിലും ആന്റിക്ക് അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള കൂട്ടത്തില്ലല്ലേ. മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളും കൂടാണ്. അപ്പൊ ആന്റി ഇങ്ങനെ ഒരുമാതിരി മൂന്നാംകട സംസാരിക്കും. ആ മൂന്നാംകട സ്വഭാവം അങ്ങേര് കാണിക്കാം. ഞാൻ പറയുന്നതാണ് കുറ്റം. എന്തോന്നാ മോളെ ഇത്? അല്ല, ഭാസി ഇതുവരെ വന്നില്ലേ? പഠിച്ച കള്ളനാണ്, വരൂല. ஐயோ புஷ்பா அப்படியெல்லாம் சொல்லாதீங்க, பாசி அண்ணா கண்டிப்பா வருவாரு. ചേട്ടാ
ബാസ്യങ്ങളെ വിളിച്ചപ്പോഴേ കപ്പയും മീൻകറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. ആ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. അതുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലേ എപ്പോഴേ ആളിവിടെ എത്തിയേനെ. ആ, അപ്പൊ നിങ്ങൾ തന്നെയാണ് നല്ല ഫുഡും പൈസയും കൊടുത്ത് ബാസിയാണ് എന്നെ വഷളാക്കിയത്. ആഹാ ഫേസ് ബലേ ഫേസ് തന്നെയായിരിക്കണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് കുറ്റം മൊത്തം നമ്മുടെ തലേക്കല്ലേ? പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അവൻ ചില്ലറ പൊടിയൊന്നും അല്ല പൊടിച്ചത്. അവൻ ആർക്കും പിടി കൊടുക്കുന്നവനല്ല. പുഷ്പ എന്ത് ചെയ്യണമെന്നറിയാവോ? അവനുമായിട്ടുള്ള ബന്ധം അങ്ങ് ഉപേക്ഷിച്ചേക്കണം. മാഷ് എവിടെങ്കിലും പോയി അലഞ്ഞു തിരിയട്ടെന്നേ, പഠിക്കുമ്പോ ഇനി വന്നോളൂ. അതെ. ഡേയ് കേശു, നീയേ അത്യാവശ്യമായിട്ട് വാ, പെട്ടെന്ന് വാ മാമ. ഇവിടെ എന്തൊരു ഭയങ്കര സംഭവം നടക്കണമെന്ന് പറഞ്ഞ് വിളിച്ചല്ലേ? എന്തൊരു കാര്യം തരും. എടാ ബാസി, നീ എന്തോ ഈ തലയും കുമ്പിട്ടുന്നു ആർക്കാ മെസ്സേജ് അയക്കുന്നേ? വേണ്ടപ്പെട്ടൊരു പാർട്ടിക്ക് മാമി. വേണ്ടപ്പെട്ട പാർട്ടി ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. ആശയങ്ങളെ എന്തോന്നത്? അങ്ങള് എന്തിനു ഭാവിച്ചാണ്? അങ്കിളിന് ആന്റിയുടെ കാര്യങ്ങളൊന്നും ഈടായിട്ട് നോക്കണമെന്ന് ആന്റി പറയുന്നുണ്ടായിരുന്നല്ലോ. ആരാ? എവിടെ കാര്യോ? അവളെ കാര്യം ശ്രദ്ധിക്കാൻ അവൾക്കറിയാം. അവള് വലിയ സാമർത്ഥ്യക്കാരിയല്ലേ, സിംഗപ്പൂരുകാരി. എന്തോ നാടാ ബാസി ഇത്? അഡിക്റ്റ് ആയിപ്പോയി മാമി. മനുഷ്യ, നിങ്ങളുടെ ഏത് നേരത്തുള്ള കോളും മെസ്സേജും ഇത് എന്റെ മിനിമോളെ, മിനിമോള് കേട്ടാ? കണ്ടാ? പാറു, അമ്മ, കനക കേട്ടാ പറഞ്ഞ? മിനിമോള് ചോദിക്കാരാന്ന്. എടാ ബാസി, തൊട്ടു പോരുത്. ആരാടാ ഈ മിനി? ആരാടാ നിന്റെ മിനിമോള്? പറയടാ. എന്റെ പൊന്നു മാമി, മിനിമോൾ ആരെന്നറിയാ? എന്റെ മാമീരെ മോള്. മാറിനല്ല ഒരു താമസം. ഈ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയിരുന്നു. കണ്ടപ്പോൾ അവള് കുറെ വിഷമങ്ങൾ പറഞ്ഞു. ഭർത്താവ് മരിച്ചു മാമി, 2-3 വർഷമായി. 2 പെമ്മക്കളാണ്. അയിത്തള വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി അവിടെ നിന്ന് പകല് പാടുപെടുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ ബാസി എണ്ണാന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കുറേ വിഷമം പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനിപ്പിക്കും? ഒരു കാലഘട്ടത്തിലെ സഹോദരങ്ങളെ പോലെ വളർന്ന പിള്ളേരാണ്, അറിയാമോ? എടി, നിനക്ക് മനസ്സിലായായിരുന്നു? ആ മിനിയാ? വാ മിനി. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോരെയാ മനുഷ്യ? എന്റെ ഫോണും പോയി. ആർക്ക് നഷ്ടം? എനിക്ക്. ഒരു കാര്യം ഞാൻ പറയാം, നാളെ വൈകുന്നേരത്തിനകത്ത് എനിക്ക് ഫോൺ വാങ്ങിച്ചെന്നില്ലെങ്കിൽ അമ്മയുടെ തന്നെ ഡിവോഴ്സ് ചെയ്തോളാം, കേട്ടാ? LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.